എലിഫൻ്റ് ഓർഫനേജ് സന്ദർശിച്ചതിനു ശേഷം കെഗല്ലെ പട്ടണത്തിൽ നിന്ന് 4 മണിക്കൂർ യാത്ര ചെയ്താണ് ഞങ്ങൾ ദംബുള്ള നഗരത്തിലെത്തുന്നത്. ഇവിടെ മുൻകൂട്ടി ബുക്ക് ചെയ്ത ട്രോപ്പിക്കാന റിസോർട്ടിൽ ബാഗുകളൊക്കെ വെച്ച് ഞങ്ങൾ പെട്ടെന്ന് തന്നെ സിഗ്രിയ ലാൻഡ്രോക്ക് കാണാനായി ഇറങ്ങി. 5 മണിക്ക് മുമ്പ് ടിക്കറ്റ് എടുക്കുക എന്നതാണ് ലക്ഷ്യം. സൂര്യോദയത്തിൻ്റെ സമയത്തോ സൂര്യാസ്തമയത്തോടടുത്തോ സിഗ്രിയ ലാൻഡ്രോക്ക് കയറാൻ തുടങ്ങുന്നതാണ് ഏറ്റവും ഉചിതമായ സമയം. ചുറ്റും വനപ്രദേശമാണെങ്കിലും ചൂട് അസഹ്യമായിരുന്നു. ഞങ്ങളുടെ ഗൈഡ് രജിത് മെൻഡിസ് ടിക്കറ്റ് എടുക്കാനുള്ള തിരക്കിലാണ്. ഇവിടെ സാർക്ക് രാജ്യങ്ങളിലെ മുതിർന്ന ഒരു വ്യക്തിക്ക് $20 ടിക്കറ്റ് നിരക്ക്. ടി ഡി രാമകൃഷ്ണൻ്റെ ആണ്ടാൾ ദേവനായകി എന്ന കഥാപാത്രത്തെ ഓർമ്മിപ്പിക്കുന്ന തരത്തിൽ മ്യൂസിയത്തിൻ്റെ എൻട്രൻസിൽ തന്നെ ഒരു ചിത്രം കാണാൻ കഴിഞ്ഞു. ൽ ബ്രിട്ടീഷ് സൈനികനായ മേജർ ജനാദൻ ഫോക്സ് ആണ് യാത്ര ചെയ്യുന്നതിനിടയിൽ കാലങ്ങളായി ഉപേക്ഷിക്കപ്പെട്ടു കിടക്കുന്ന സിഗ്രിയ ശിലകളെ ആകസ്മികമായി കണ്ടെത്തുന്നത്. ഇവിടെ ഇപ്പോഴും കാണപ്പെടുന്ന തടാകങ്ങൾ, ചെറിയ അണക്കെട്ടുകൾ, പാലങ്ങൾ, തുരുത്തുകൾ, ഭൂഗർഭ ജലസംവിധാനങ്ങൾ ഇവയെല്ലാം തന്നെ പുരാതന ശിലാശില്പകലയുടെ അതിശയകരമായ സാങ്കേതിക വിദ്യയുടെ തെളിവാണ്. 5-ാം നൂറ്റാണ്ടിൽ നിർമ്മിക്കപ്പെട്ട ഈ നഗരത്തിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ചില സവിശേഷതകളുണ്ട്. ജലാശയങ്ങളും മതിൽ കെട്ടിടങ്ങളുടെ സാങ്കേതിക മികവും മനോഹരമായി രൂപകൽപ്പന ചെയ്ത തോട്ടങ്ങളും ബുദ്ധമഠവും കൃത്യമായ ജലസേചന സംവിധാനവും നമ്മെ അത്ഭുതപ്പെടുത്തും. എന്നാൽ ഇതിനേക്കാളേറെ ശ്രദ്ധേയമാകുന്നത് ഈ നഗരാവശിഷ്ടങ്ങളിൽ നിന്നെല്ലാം മുകളിലേക്ക് ഉയർന്നു നിൽക്കുന്ന 200 മീറ്റർ ഉയരമുള്ള ഗ്രാനൈറ്റ് പാറയാണ്. സമുദ്രനിരപ്പിൽ നിന്നും ഏകദേശം 200 മീറ്റർ ഉയരത്തിലുള്ള ഈ പ്രകൃതിദത്ത ശിലാശൃംഗത്തിൻ്റെ മുകളിൽ എത്തണമെങ്കിൽ വിവിധ നിലകളിലായി വിഭജിച്ചിരിക്കുന്ന 1200 സ്റ്റെപ്പുകൾ കയറേണ്ടി വരും. സൂര്യാസ്തമയത്തിൻ്റെ അതിമനോഹരമായ ദൃശ്യങ്ങൾ കാണാനാകും എന്ന വിശ്വാസം ഞങ്ങളെ ഒരു സാഹസിക യാത്രയിലേക്ക് നയിച്ചു. ആരംഭത്തിൽ ആകാംക്ഷയും ആവേശവും നിറഞ്ഞ് ഞങ്ങൾ പടവുകൾ കയറി തുടങ്ങി. കുത്തനെയുള്ള കയറ്റമല്ലെങ്കിൽ പോലും ക്ഷീണമകറ്റാൻ ചിലയിടങ്ങളിൽ ഞങ്ങൾക്കൊരല്പനേരം നിൽക്കേണ്ടി വന്നു. കയറ്റത്തിനിടയിൽ ഹൃദ്രോഗികൾ ഈ പടവുകൾ കയറാൻ മുതിരരുത് എന്നൊരു മുന്നറിയിപ്പ് ഫലകം കണ്ടപ്പോൾ ഈ യാത്രയുടെ ഗൗരവം ഞങ്ങൾക്ക് ബോധ്യമായി. ആ മുന്നറിയിപ്പ് ഈ കയറ്റം എത്രമാത്രം ശ്രദ്ധയും കരുതലും ആവശ്യപ്പെടുന്നുവെന്ന് ഓർമ്മിപ്പിച്ചു. AD 477 മുതൽ 495 വരെ ഭരണം നടത്തിയിരുന്ന കാശ്യപ രാജാവാണ് ഈ സിംഹശില നിർമ്മിച്ചത്. സിംഹാസനത്തിൻ്റെ യഥാർത്ഥ അവകാശിയായ സഹോദരൻ മൊഗലാനയുടെ ആക്രമണ ഭീഷണിയെ തുടർന്നാണത്രേ അദ്ദേഹം ഈ ശിലാശൃംഗത്തെ തൻ്റെ രാജധാനിയായി തിരഞ്ഞെടുത്തത്. കാശ്യപ രാജാവ് യഥാർത്ഥ അവകാശിയല്ലാത്തതിനാൽ അദ്ദേഹത്തിൻ്റെ ജീവിതവും ഭരണകാലവും തർക്കങ്ങളാലും വിവാദങ്ങളാലും നിറഞ്ഞതായിരുന്നു. തൻ്റെ പിതാവായ ധാതുസേന രാജാവിനെതിരെ അദ്ദേഹം കലാപം നടത്തുകയും തടവിലാക്കുകയും ചെയ്തു. പിന്നീട് സ്വന്തം പിതാവിനെ വധിച്ച് ഒരു മതിലിനുള്ളിൽ അടക്കുകയും ചെയ്തു അത്രേ.
ഇത്രയും ഉയരത്തിലേക്ക് മനുഷ്യർ മാത്രമല്ല നായകളും കയറിയിറങ്ങുന്നുണ്ട് എന്ന് മനസ്സിലായി. കയറ്റത്തിനൊടുവിൽ മഴമേഘങ്ങൾ കാരണം വിചാരിച്ച പോലെ സൂര്യാസ്തമയം കാണാൻ ഞങ്ങൾക്കായില്ല. എങ്കിലും ഓരോ പടവുകൾ കയറി തളർന്ന് പിന്തിരിഞ്ഞു നോക്കുമ്പോൾ സിഗിരിയ വനം അതിൻ്റെ വന്യതയും നിശബ്ദതയും മനോഹാരിതയും കൊണ്ട് ഞങ്ങളുടെ മനം കുളിർപ്പിച്ചു. മുകളിലേക്ക് കയറും തോറും അത്ഭുതപ്പെടുത്തിയ മറ്റൊരു കാഴ്ചയാണ് കാശ്യപ രാജാവ് നിർമ്മിച്ച മിറർ വാൾ. അതിനു മുന്നിലൂടെ അദ്ദേഹം നടന്നു പോകുമ്പോൾ അദ്ദേഹത്തിൻ്റെ പ്രതിബിംബം കാണാനാകുമത്രേ. ഇതിനു പുറമെ 140 മീറ്റർ നീളവും 40 മീറ്റർ ഉയരവുമുള്ള മറ്റൊരു മതിലിൽ സ്ത്രീകളുടെ ചിത്രങ്ങൾ വരച്ചിരിക്കുന്നതും നമുക്ക് കാണാനാകും. ഈ ചുമരിലും മിറർ വാളിലുമായി ഇപ്പോഴും പുരാവസ്തു ഗവേഷകർ പഠനം നടത്തിക്കൊണ്ടിരിക്കുകയാണ്. മനുഷ്യസ്പർശമേൽക്കാതെ ഇവയെല്ലാം ഇന്നും സംരക്ഷിക്കപ്പെടുന്നു. ഈ ശിലയുടെ നടുഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ഒരു സമതലത്തിൽ കാശ്യപ രാജാവ് ഒരു വിശാലമായ സിംഹദ്വാരം നിർമ്മിച്ചിട്ടുണ്ട്. ഒരു സിംഹത്തിൻ്റെ വായിൽ നിന്ന് മുകളിലേക്ക് ഉയർന്നു പോകുന്ന തരത്തിലുള്ള പടവുകൾ നമുക്ക് കാണാം. അതുകൊണ്ടാണ് ഈ ശിലയെ സിഗിരിയ സിംഹശില എന്ന് വിളിക്കുന്നത്. സമതലത്തിലെ ആ വലിയ പാറക്കല്ലിൽ കൊത്തിവെച്ച പ്രൗഢഗംഭീരമായ സിംഹപാദങ്ങൾ അധികാരം നിഷേധിക്കപ്പെട്ട ഒരു രാജാവിൻ്റെ ആത്മാഭിമാനത്തിൻ്റെ പ്രതീകം കൂടിയാണ്. ഇത്രയും ഉയരത്തിലുള്ള ഈ സമതലം ഇവിടുത്തെ സ്റ്റാഫുകളുടെ ഒരു ബേസ്മെൻറ്റ് ക്യാമ്പ് കൂടിയാണ്. കുടിക്കാനുള്ള വെള്ളവും ബാത്റൂം സൗകര്യങ്ങളും ഇവിടെയുണ്ട്. എന്നാൽ ഈ വലിയ കയറ്റം കയറി വരുന്ന ഒരാൾക്ക് എന്തെങ്കിലും ദേഹാസ്വാസ്ഥ്യമുണ്ടായാൽ പെട്ടെന്ന് വൈദ്യസഹായമെത്തിക്കാൻ യാതൊരു നിവൃത്തിയുമില്ലെന്ന് ഇവർ പറയുന്നു. അത്തരത്തിൽ അപകടങ്ങൾ ഉണ്ടായിട്ടുണ്ടെന്നും അവർ സാക്ഷ്യപ്പെടുത്തി. 1200 സ്റ്റെപ്പുകളുള്ള സിഗിരിയ സിംഹശിലയിലേക്കുള്ള കയറ്റം കയറാൻ ഞങ്ങൾ ഏകദേശം 1.5 മണിക്കൂറിൽ കൂടുതൽ സമയമെടുത്തു. സിഗിരിയ ലയൺ റോക്ക് ഇന്ന് യുനെസ്കോയുടെ ലോക പൈതൃക സൈറ്റാണ്. ഔദ്യോഗികമായി എവിടെയും കുറിക്കപ്പെട്ടിട്ടില്ലെങ്കിലും ലോകത്തിലെ 8ാമത്തെ അത്ഭുതമാണ് ഇത് എന്നും പറയപ്പെടുന്നു. മുകളിലേക്കുള്ള ഏതാനും പടവുകൾ കൂടി കയറി ഞങ്ങളുടെ സാഹസിക യാത്ര പൂർത്തിയാക്കാം എന്ന് കരുതിയെങ്കിലും ഇരുട്ട് വ്യാപിക്കാൻ തുടങ്ങിയതോടെ അവിടം സുരക്ഷിതമല്ലെന്ന് ഗൈഡ് ഓർമ്മിപ്പിച്ചു. മാത്രവുമല്ല, പടവുകൾ ഇറങ്ങി വരുന്ന ഏതാനും സ്കൂൾ കുട്ടികളെ കുരങ്ങന്മാർ ആക്രമിക്കാൻ ശ്രമിക്കുന്നത് കണ്ടതോടുകൂടി ആ ആഗ്രഹം ഞങ്ങൾ വേണ്ടെന്ന് വെച്ചു. പ്രകൃതിയും മനുഷ്യപ്രതിഭയും ചരിത്രവും ചേർന്ന് സൃഷ്ടിച്ച അതുല്യ സ്മാരകം എന്ന് ഒറ്റനോട്ടത്തിൽ നമുക്ക് ഈ സിംഹശിലയെക്കുറിച്ച് പറയാം. ഞങ്ങൾ താഴേക്ക് എത്തിയപ്പോഴേക്കും
രാത്രി പൂർണ്ണമായും സിഗിരിയ വനങ്ങളെ പൊതിഞ്ഞിരുന്നു. ദൂരെ ചക്രവാളത്തിൽ ഇടിമിന്നലുകൾ. അന്തരീക്ഷത്തിൽ പതുക്കെ പതുക്കെ കടന്നുവരുന്ന തണുപ്പിനെ ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ ഇന്നത്തെ യാത്ര അവസാനിപ്പിക്കുന്നു.